കോവയ്ക്ക വെച്ച് ഇതുപോലെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനായിട്ടൊരു ചട്ടി വെച്ച് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, ഒരു 8-10 ചുവന്നുള്ളി ചതച്ചത് അല്ലെങ്കിൽ സവാള ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് ചതച്ചത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇതാ കോവയ്ക്ക ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് 2 അറ്റവും മുറിച്ചിട്ട് നെടുകെ പിളർന്ന് മുറിച്ചത് ഒരു 250 അല്ലെങ്കിൽ 300 ഗ്രാം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ കുറച്ച് ചുമന്ന മുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. അത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റോളം മതിയാവും. ചെറിയ ചൂടിൽ ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പം തുറന്ന് നോക്കിയിട്ട് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. ഇതുപോലെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി കിട്ടി. ശരിക്കും ഉലർന്ന് കിട്ടിയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ് ചെയ്തേക്കണേ.